കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ നിവിൻ പോളി ചിത്രം. തനിക്ക് ഇഷ്ടപ്പെട്ടയാളെ തന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മായ അയാൾ വരാത്തതുകൊണ്ട് വിളിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു വണ്ടി തട്ടി ആശുപത്രിയിലാവുന്നു. അവൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരുന്നു. മറുവശത്ത് ദൈവവിശ്വാസം തീരെയില്ലെങ്കിലും പൈസക്ക് വേണ്ടി പൂജയും മറ്റും ചെയ്യുന്ന പ്രഭേന്ദു. അവന്റെ കൂട്ടുകാരനായിരുന്നു രൂപേഷ്. അവനും ഇതുപോലെ പൂജയും മറ്റും ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രഭേന്ദു കഴിവുള്ള ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. പക്ഷേ പണിയും പൈസയും ഇല്ലാത്തത് കൊണ്ട് രൂപേഷിന്റെ കൂടെ പൂജയും മറ്റും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ രൂപേഷിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രേതബാധ ഉള്ള വീട്ടിലേക്ക് പ്രഭേന്ദു ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ചില മന്ത്രം ചൊല്ലിയതേ ഓർമ്മയുള്ളൂ. ആ പ്രേതം കുട്ടിയുടെ ശരീരത്തിൽ നിന്നും പോയിരുന്നു. പക്ഷേ ആ പ്രേതം ഇവന്റെ കൂടെ കൂടി. ആദ്യമൊക്കെ പ്രഭേന്ദു നല്ലോണം പേടിച്ചെങ്കിലും ആ പ്രേതം യഥാർത്ഥത്തിൽ പാവമായിരുന്നു. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും കമ്പനിയാവുന്നു. പക്ഷേ അവൾക്ക് തന്റെ പേരോ നാടോ എങ്ങനെ മരിച്ചെന്നോ ഓർമ്മയില്ലായിരുന്നു. പേരില്ലാത്ത അവൾക്ക് ഡെലേലു എന്ന വിളിപ്പേരിടുന്നു. അതുപോലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവൾക്ക് ചിലതൊക്കെ ഓർമ്മ വരാറുണ്ടായിരുന്നു. പ്രഭേന്ദുവിന് ബോംബെയിൽ ഒരു സ്റ്റുഡിയോയിൽ ഗിറ്റാറിസ്റ്റായി അവസരം കിട്ടുന്നു. അവന്റെ കൂടെ ഡെലൂലുവും പോയിരുന്നു. അവിടെ വെച്ച് പ്രഭേന്ദു സാദിയെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ നല്ല കമ്പനിയാവുന്നു. ആ സമയം ഡെലൂലക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുമ്പോൾ സാദിയ ഓൾസോ ഇവരുടെ കൂടെ വരുന്നുണ്ട്. അവളുടെ ഒരു കസിന്റെ മാരേജിന് പ്രഭേന്ദുവിനെ ക്ഷണിക്കുന്നു. അവിടെ വെച്ച് ഇവർ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് സാദിയ വിളിച്ചപ്പോൾ പ്രൈവസി വേണം പറഞ്ഞ് പുറത്തിറങ്ങിയ പ്രഭേന്ദുവിനെ ഡെലൂലു രക്ഷിക്കുന്നു. ആ സമയമായിരുന്നു അവൾക്ക് പറ്റിയ ആക്സിഡന്റും മറ്റും ഓർമ്മ വന്നത്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച അവൾ തന്റെ അനിയന്റെ യെസ്സിന് വേണ്ടിയായിരുന്നു ആ ലോകത്ത് നിന്നത്. യെസ് പറഞ്ഞതോടുകൂടി വെന്റിലേറ്ററിലുള്ള അവളെ സംസ്കരിക്കുന്നു. ഡെലേലു എന്ന് വിളിപ്പേരുള്ള മായ ലോകത്തു നിന്നും ഇല്ലാതെയാവുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രഭേന്ദു അവളുടെ വീട്ടിലൊന്ന് പോകുന്നുണ്ട്. അവളുടെ അമ്മ തുടക്കത്തിൽ പറഞ്ഞ ഇഷ്ടപ്പെട്ടയാൾ പ്രഭേന്ദു ആണെന്ന് വിശ്വസിക്കുന്നു.